ഇനി നമ്മൾ എന്തുപോലെ സ്നേഹിച്ചിരിക്കൂല്ലേ, എന്തുപോലെ നമ്മൾ ഇന്ന് ഒളിച്ചോടും. കയ്യെ പൈസ വേണ്ട ഒളിച്ചോടാനെ കൊണ്ട്. ഇന്ന് ഞാൻ ഇവിടെ ജോലിക്ക് നിന്ന് കഴിഞ്ഞാൽ 500 രൂപ കിട്ടും. നമുക്ക് ഒളിച്ചോടി ജീവിക്കുക, അത് പോരെ ഇടിയത്. അതുകൊണ്ടല്ലേ ഞാൻ ഇന്ന് വന്നത്. എന്തുവാ, ഞാൻ നിന്നോടൊരു കാര്യം പറയാം. നിന്റെ അടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ മാറിയിരുന്നേ. നമ്മൾ ഒളിച്ചോടി കല്യാണം കഴിക്കുമ്പം ഈ പാചകത്തിന് ഞാൻ ഈ നശിച്ചവനെ ഞാൻ വിളിക്കത്തില്ല കേട്ടോ. അവര് കൈപ്പുണ്ണില്ല, നിനക്കറിയത്തില്ലല്ലോ. ഞാൻ ഇതിലൊക്കെ കൂട്ടി എനിക്കല്ലേ അറിയാവുന്നത്. അതെ, ഫോൺ തിളയ്ക്കുന്നത് നീ വെച്ചേ. അയ്യോ, ഫോണല്ല, സാമ്പാർ തിളയ്ക്കുന്നത് നീ വെച്ചേ. അതുപോലെ അങ്ങാര് വരുന്നു. ആ എന്തുവായി നീ ആരെയാണോ പെണ്ണുങ്ങളെ വല്ല ഫോൺ വിളിച്ചേ? ആശ ഏതാശ? അതല്ല, ഇപ്പൊ പെണ്ണുങ്ങളെ വിളിക്കുന്നു പറഞ്ഞില്ലയോ? അങ്ങനെ ഏതെങ്കിലും പെണ്ണുങ്ങളെ വിളിക്കണം എന്ന് എനിക്ക് ആശ ഉണ്ടായിരുന്നു. എന്നുള്ളതേ ഉള്ളു. ആശയല്ലല്ലോ വിളിച്ചേ? അല്ല, അവളിപ്പം വിളിക്കുന്നത് പോലും ഇല്ലല്ലോ. എന്നാടാ ഞങ്ങൾ മിണ്ടായ പണക്കമില്ലയോ? ആശയുടെ കാര്യം പറഞ്ഞപ്പോഴാ ഇവിടുത്തെ കല്യാണ പെണ്ണിന്റെ പേരെന്തോന്നറിയാവോ? ഇല്ല. അതും ആശ. ഈ സ്നേഹിക്കുന്ന പെണ്ണും ആശ. ഇത് പക്ഷെ നാശത്തിനാ. ഞങ്ങളെ പറയറിയാണോ ചുമ്മാ? എന്തോ ഈ പറയുന്നേ? ഇപ്പൊ ഞാൻ എവിടെ പോയിട്ട് വരുവാന്നറിയാം. ഇത് 2000 പേരുടെ സദ്യ. ഒരു സാവളയുടെ കുറവ് കാണിക്കുന്നു. അത് മേടിക്കാൻ പോയതാണ്. ഒരു സാവളയുടെ കുറവുള്ളൂ, ബാക്കി എല്ലാം ഓക്കെയാ. കഷ്ടം തന്നെ കേട്ടാ. വായിട്ടടച്ചു. നീ അരി ഇട്ടായിരുന്നോ? അരിയുടെ കാര്യം പറഞ്ഞപ്പോഴാ ആശാന്റെ അച്ഛൻ പറഞ്ഞേ 50 പേര് അധികത്തെ വരും, അരി കൂടുതലിടണമെന്ന് പറഞ്ഞു. എടാ, എന്റെ അച്ഛൻ മരിച്ചുപോയി. അച്ഛൻ വന്നാണ് ഇവിടെ അരി ഇടുന്നേ. നിങ്ങൾ ആശാന്റെ അച്ഛൻ എന്നല്ല പറഞ്ഞ, ആശയുടെ അച്ഛൻ, പെണ്ണിന്റെ അച്ഛൻ പറഞ്ഞതാ. പെണ്ണിന്റെ അച്ഛൻ പറഞ്ഞു. അത് സാരമില്ല, അതൊക്കെ ഞാൻ ചെയ്തോളാം കേട്ടോ. കൂട്ടാൻ എന്തുവാ? കൂട്ടാൻ ഒരു പേനയും പേപ്പറും കൂടെ കൊണ്ട് എടുത്തു പോയി. ചോറും മുളമ്പത്തി പേനും പേപ്പറും കൊടുത്താൽ മതിയോ? ഞാൻ കറിയുടെ കാര്യമായി പറയുന്നത്. എടാ, സാമ്പാറ്, അവിയല്, തോരൻ എല്ലാം ഉണ്ട്. ഈ ഇവിടുത്തെ പുള്ളി നല്ലൊരു പരിചയക്കാരനാ കേട്ടോ. സംഭവം എന്നറിയോ, പുള്ളി എന്ത് ചെയ്ത് ഈ വർക്ക് എനിക്ക് തരത്തില്ലായിരുന്നു. ഞാൻ പറഞ്ഞു, കൊച്ചടാ ഇത് എനിക്ക് തരണം, പണി എനിക്ക് തരണം, നല്ല വൃത്തിക്ക് ചെയ്യാം, നല്ല സ്പെഷ്യൽ ഉണ്ടെന്ന് പറഞ്ഞു. എന്തുകൊണ്ട് സ്പെഷ്യൽ? എന്തുകൊണ്ട്? മോരുതോരൻ, എന്നിട്ട് പറയുന്നത് മെഴുക്കുവരട്ടി അച്ചാറ്, ഇതാണ് സ്പെഷ്യല്. അവിയല്, ചമ്മന്തി. പുള്ളി ഓർത്തത് കേട്ടിട്ടില്ലല്ലോ. മോരുതോരനൊക്കെ ഉണ്ടെന്നും പറഞ്ഞിരിക്കുവാ. നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ വെച്ചാൽ മതി കേട്ടോ. 16-ാം തീയതി കല്യാണത്തിന് വെച്ചാണോ? അല്ല, 15-ാം തീയതി വെച്ചാലല്ല 16-ാം തീയതി കൊടുക്കാൻ നോക്കോ? ഞാൻ അതല്ല ചോദിക്കുന്നത്, അന്ന് ജോൺ വെച്ചതാണോന്ന്. എടാ, ലോൺ വെച്ചാണ് കല്യാണം നടത്തുന്നത്. നമുക്ക് വീട് വെക്കാം, വണ്ടി മേടിക്കാം, ഇതെല്ലാം ലോൺ വെച്ച് ചെയ്യാം. ഞാൻ അതല്ല ചോദിക്കുന്നത്, ഇറച്ചി മുട്ട ഉണ്ടോന്നായി ചോദിക്കുന്നത്. നോൺ വെജ് അതുണ്ടോ? അതുണ്ട്. അതറിയണം, അല്ലെങ്കിൽ എനിക്ക് ഇതൊക്കെ അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ പച്ചക്കറി കഴിഞ്ഞിട്ട് പിന്നെ ആശം വേണ്ടെന്ന് പറയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അത് സാരമില്ല. നെയ്യപ്പഴം വിളമ്പുന്നേ? ഇവിടെ നിന്നെക്കൂടെ എന്ത് പ്രായം ഉണ്ടാ എനിക്ക്? എന്നാടാ നീ ചോദിക്കുന്നത് നീ എപ്പോഴാ വിളമ്പുന്നേന്ന്? അതല്ല, നെയ്യപ്പഴം വിളമ്പുന്നേന്ന്. നെയ്യപ്പഴ വിളമ്പുന്നേ? അത് ഞാൻ പറയുമ്പോ നീ അങ്ങ് വിളമ്പിയാ മതി. ഞാൻ പറയുമ്പോ നീ സാമ്പാർ പോയി വിളമ്പണം. സാമ്പാർ ഞാൻ വിളമ്പത്തില്ല. കഴിഞ്ഞ കല്യാണത്തിന് ഞാൻ പോയി സാമ്പാർ വിളമ്പാൻ അങ്ങോട്ട് വിളമ്പി കൊടുത്തപ്പം അങ്ങാര് പറയുക പരിപ്പ് വേണമെന്ന്. ഞാൻ ഉടനെ പിന്നെ പരിപ്പ് എടുക്കാൻ പോയി. വന്നപ്പോൾ അത് പറയാം, ഈ പരിപ്പല്ല, ഈ സാമ്പാറിന്റെ അകത്തുള്ള പരിപ്പ് എടുത്ത് കൊടുക്കണമെന്ന്. അടക്കുന്ന കാര്യമല്ലോ വന്നു. സാമ്പാറിന്റെ അകത്ത് കിടക്കുന്ന പരിപ്പ് വേണം. അവനൊരു ഭയങ്കര ദീനം അവന്റെ. അങ്ങനെ നമ്മളെ ഓരോരുത്തരെ താളത്തിന് തുള്ളാൻ നിൽക്കരുത് കേട്ടാ. അതെ. രാവിലെ കുളിച്ചിട്ടൊക്കെയാണ് ആശാൻ വന്നേ. ഞാൻ കുളിച്ചിട്ടാ വന്നാ? നീ കുളിച്ചോ? ഞാൻ രാവിലെ ഇവിടെ വന്നല്ലേ കുളിച്ചത്. ഇവിടെ വന്ന് കുളിച്ചേ? ഞാൻ ഇവിടെ വന്ന് കുളിച്ചു, നല്ല രസമായിരുന്നു. എവിടെ പോയി കുളിച്ചു? നീ എവിടുന്ന് വെള്ളം എടുത്തു? ആ ബക്കറ്റിന്ന് വെള്ളം. എടാ, അതിനകത്തിരുന്ന രസമല്ലായിരുന്നോ? അതില്ലേ പറയാം, നല്ല രസമായിരുന്നു. നിന്നെ വെളുത്തുള്ളി നാറിയിട്ട് അടുക്കണ്ട. ഞാൻ ഓർത്തത് എന്തോ അത്. അത് കുഴപ്പമില്ല, അവിടെ ഇടയന്തൊക്കെ കയറി വരത്തില്ലല്ലോ. അത് വരത്തില്ല. പെട്ടെന്ന് പണി തീർക്കണം, നമുക്കൊന്ന് കറങ്ങാൻ പോകാം കേട്ടോ. ആശാന്റെ കൂടെ ഞാൻ കറങ്ങാൻ വരത്തില്ല. ഉള്ള കാര്യം, കഴിഞ്ഞ ദിവസം നിങ്ങൾ എന്നെ പണിയാണ് കാണിച്ചത്. എന്താ കാണിച്ചു? നിങ്ങൾ എന്നെ മാളിൽ കൊണ്ടുപോയി കറങ്ങാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി. എന്നിട്ട് നിങ്ങളൊരു റൂമിനകത്ത് കയറി കഥ അടച്ച് നിങ്ങളെ മേപ്പോട്ടം കെട്ടിയെടുത്തിട്ട് പോയില്ലയോ? ഞാൻ അവിടെ കിടന്ന് നിങ്ങളെ കിടന്ന് തിരയുമായിരുന്നു. എടാ പൊട്ട, ഞാൻ ലിഫ്റ്റിൽ കയറി പോയതല്ലയോ? നിങ്ങൾ ലിഫ്റ്റിൽ കയറി പോയതല്ല, നിങ്ങൾ അവിടെ ലെഫ്റ്റായി പോയത് എന്റെ അടുത്ത് നിന്ന്. ഇതാ കള്ളത്തരം പറയല കേട്ടോ. എന്തൊരു കാര്യം? ഇവിടെ എത്തിയിട്ടുണ്ട്, വീട്ടിൽ തന്നെ ഞാൻ എത്തിയിട്ടുണ്ട്. ഇവിടെ മറ്റേ എന്തോ പേരെന്തോന്ന് പറഞ്ഞത്? അയ്യോ, എന്റെ പേര് അങ്ങനെ ഇട്ട് വെപ്രാളപ്പെടുത്താതെ. ഞാനിവിടെ എന്റെ പേര് മറന്നുപോയി. എടാ എടാ, എന്നെ നമ്മുടെ അവിടെ വിളിക്കുന്ന മുക്കിനൊക്കെ വിളിക്കുന്ന പേരില്ലോടാ? സാമ്പാർ സാബു. സാമ്പാർ സാബു. നിങ്ങളെ അന്വേഷിച്ചാണ് ഞാൻ ഇവിടെ വന്നത്. എന്തോ കാര്യം? എന്റെ ഭാര്യ അങ്ങ് അമേരിക്കൻ നേഴ്സ് ആണ്. എനിക്കിപ്പോ അവിടെ പോയി ഇഞ്ചക്ഷൻ എടുക്കാൻ പറ്റുമോ? ആകെ നമുക്ക് മാസത്തിൽ കിട്ടുന്ന 2 കല്യാണമാണ്. എടോ, അതല്ല പറഞ്ഞത്, എന്റെ മകളുടെ കല്യാണമാണ്. അത് മുടക്കണം.